കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ, കർത്താവിൻ്റെ വചനത്തെ ചിന്തിപ്പാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നാം അപ്പോസ്തലന്മാരെക്കുറിച്ച് പഠിക്കുകയായിരുന്നുവല്ലോ. 12 അപ്പോസ്തലന്മാരിൽ ഇന്ന് നാം പഠിക്കുന്നത് ഏറ്റവും ഒടുവിൽ പട്ടികയിൽ ഏറ്റവും അവസാനത്തെ 12ാമത്തെ അപ്പോസ്തലനായ ഇസ്കരിയോത്ത് യൂദയെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇസ്കരിയോത്ത് യൂദയെക്കുറിച്ച് നാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ ഓടി വരുന്ന പ്രധാനപ്പെട്ട, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട 1-2 അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. അതുതന്നെയാണ് യൂദയുടെ പ്രത്യേകതയും. എന്തു തന്നെയായാലും ഇസ്കരിയോത്ത് യൂദയിൽ നിന്നും നമുക്കെന്താണ് പഠിക്കുവാനുള്ളത്, എന്ത് വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് എന്ന് നമുക്ക് വേദപുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിൽ നിന്നും പഠിക്കുമ്പോൾ കണ്ടെത്തുവാനായിട്ട് കഴിയും. യൂദായുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ എപ്പോഴോ എവിടെ വെച്ചോ സംഭവിക്കുന്നുണ്ടോ എന്നൊരു വിശകലനമാണ് ഈ പഠനത്തിൻ്റെ എല്ലാം ഉദ്ദേശം. അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂദയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും അല്ലെങ്കിൽ ഏറെ നന്മയും കഴിവും മിടുക്കുമുള്ള ഒരുവനായിരുന്നു യൂദ. ശിഷ്യത്തിൻ്റെ മറ്റ് അപ്പോസ്തലന്മാർ ശിഷ്യത്വത്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ചതുപോലെ തന്നെ യൂദായും യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിളിയെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഏതോ നിർണായകരമായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കാണുകയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരുകയും ചെയ്തു. എന്നാൽ ഏറെ കഴിവും മിടുക്കും അദ്ദേഹത്തിന് നന്മയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും യൂദ എന്ന കഥാപാത്രം പുതിയ നിയമത്തിലെ ഒരു ദുരന്ത കഥാപാത്രമായി ഇന്ന് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്ത കഥാപാത്രമായി അദ്ദേഹം നിലനിൽക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും നാം ഇതിനോടൊപ്പം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സസൂക്ഷ്മതയോടെ വീക്ഷിച്ച് കുറവുകളെ നികത്തുവാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം. യൂദാസിനെ കുറിച്ച് പറഞ്ഞാൽ, യൂദ എന്നുള്ള പദം പേര് കേൾക്കുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ ഒരു പര്യായമാണ് യൂദ. വഞ്ചനയുടെ പര്യായമാണ് യൂദ. വിശ്വസിച്ചവരെ ചതിച്ച ഒരു പര്യായമായിട്ട് യൂദ മാറി എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യൂദ എന്ന പദം എബ്രായ ഭാഷയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. യൂദ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രശംസിക്കപ്പെടുന്നവൻ എന്നാണ് യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്, ഇസ്കരിയോത്ത് എന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അർത്ഥം കൊരിയത്തുകാരൻ എന്നാണ്. അതൊരു പ്രത്യേക സ്ഥലപ്പേരാണ്. ഇസ്കരിയോത്ത് എന്ന് പറയുന്നത്, കൊരിയത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണെന്ന് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഈ വേദപുസ്തകത്തിൽ കൊരിയത്ത് എന്നത് 2 വേദഭാഗങ്ങളിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ആമോസിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആമോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോവാബ് ദേശത്തുള്ള ഒരു കൊരിയത്തിനെ കുറിച്ച് ആമോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ തെക്ക് യഹൂദയിലുള്ള സ്ഥലമായിട്ട് കൊരിയത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് 2 പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തു തന്നെയായാലും അദ്ദേഹം അവിടെ നിന്നും ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇസ്കരിയോത്ത് യൂദാസ് എന്ന അദ്ദേഹത്തിന് പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ ദേശം യഹൂദനാണ്. അദ്ദേഹം യഹൂദ ദേശക്കാരൻ ആണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കണം. അല്ലെങ്കിൽ യഹൂദ ദേശത്തുള്ള കൊരിയോത്ത് എന്ന ദേശത്ത് ഉള്ള വ്യക്തിയാണ്. അവിടെയാണ് ജനിച്ച് വളർത്തപ്പെട്ടതെന്ന് കാണുവാൻ സാധിക്കും. യോഹന്നാൻ 13:26 അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഷീമോൻ ഇസ്കരിയോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അത്രമാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ സാമാന്യം നല്ല വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയാണ്
ഈ യൂദാസ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിൽ നല്ല മികവും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് യൂദ എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ സംഘത്തിലെ ട്രഷററായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. പണം സൂക്ഷിപ്പുകാരനായിട്ട് അദ്ദേഹത്തെ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കുന്നതായിട്ട് ആ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം പണം വളരെ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുകയും അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നല്ല ഒരു അറിവും പരിജ്ഞാനവും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയാണ് യൂദ. അതുകൊണ്ടാണല്ലോ 12 പേരടങ്ങുന്ന ശിഷ്യന്മാരുടെ സംഘത്തിൽ അദ്ദേഹത്തെ ട്രഷററാക്കിയത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പണം സംബന്ധിച്ചുള്ള അറിവിനെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം തിരുവെഴുത്തിലുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നമുക്ക് ആ ഭാഗമൊന്ന് മനസ്സിലാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വായിക്കാം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസാദി തൈലം ഒരു റാത്തൽ എടുത്തു യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റു ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ട് പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തവനാകുന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. ഇവിടെ നാം കാണുന്നത് യേശു ക്രിസ്തു പാപത്തിൽ നിന്നും മോചിപ്പിച്ച മറിയ, ലാസറിൻ്റെ സഹോദരി മറിയ, യേശു ക്രിസ്തു ഇരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ആ നാട്ടിലെ ഇന്നും ഏറ്റവും വിലയുള്ള തൈലം, ഏറ്റവും വിലയുള്ള സുഗന്ധ തൈലം, സ്വച്ഛ ജഡ മാംസാദി തൈലം എന്ന ബൈബിൾ അതിൻ്റെ പേര് പറയുന്നത്. ഈ തൈലം യേശു ക്രിസ്തുവിൻ്റെ കാലിൽ കൊണ്ടുവന്നൊഴിച്ചു. അതുകൊണ്ട് അവൻ്റെ കാല് കഴുകി അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കുമ്പോൾ പണം സൂക്ഷിപ്പുകാരനായ ട്രഷററായിരിക്കുന്ന യൂദ ഇത് കണ്ടിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ യൂദാസിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നും, ദരിദ്രന്മാരോട് ഇത്രയും സ്നേഹമുള്ള ഒരു ശിഷ്യൻ, ദരിദ്രരെ സഹായിക്കണമെന്ന് ഇത്രയും താല്പര്യമുള്ള ഒരു ശിഷ്യനെന്ന് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കുവാനായിട്ടിട വരും. ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാം. ഇവിടെ യൂദാസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു റാത്തൽ എന്ന അതിൻ്റെ തൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റാത്തൽ തൈലത്തിന് അത് 300 വെള്ളിക്കാശ് പണമാകുമെന്ന് നല്ല ബോധ്യമുണ്ട് യൂദാസിന്. ആ യൂദാസ് എല്ലാവരും ഓർക്കുന്നത് ഈ ദരിദ്രന്മാരോടുള്ള വാത്സല്യം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു വന്ന. പക്ഷേ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, പിന്നെയോ അവൻ കള്ളൻ ആകെ കൊണ്ടാണ്. പണസഞ്ചി അവൻ്റെ കയ്യിലും അതുകൊണ്ടാണ്. അപ്പോൾ ഇവൻ കള്ളനായതുകൊണ്ടാണ്, പണം സൂക്ഷിപ്പുകാരനായതുകൊണ്ടാണ്, അത് അവൻ്റെ സഞ്ചിക്കകത്ത് വീണാൽ എന്നാ കുഴപ്പം? അപ്പോൾ ഇവൻ കള്ളനാകെ കൊണ്ടാണ് ഇവനിത് പറയുന്നത് ദരിദ്രന്മാർക്ക് കൂടെ. അല്ലാതെ ദരിദ്രരോട് മമതയുണ്ടായിട്ടോ സ്നേഹമുണ്ടായിട്ടോ അവരെ സഹായിക്കുവാനുള്ള താല്പര്യമുണ്ടായിട്ടല്ലോ. പൊതുവെ ഇങ്ങനെ തന്നെയാണ്. യൂദാസിനെ പോലെ പലരുമുണ്ട്. അത് അവർക്ക് ചെയ്തുകൂടായിരുന്നു, അവരെ സഹായിച്ചുകൂടായിരുന്നു, അത് നമുക്ക് അവർക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്ന പലരും. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവരാരും കാണത്തില്ല. യൂദാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ യൂദാസ് പണം സംബന്ധിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് തന്നെയുമല്ല, ഈ ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് നല്ല കഴിവും മികവുമുണ്ട്. ഈ വക കാര്യങ്ങൾ ഗണിതശാസ്ത്രത്തിലും ഒക്കെ നല്ല കഴിവും മികവുമുള്ള ഒരു വ്യക്തിയാണ് ഈ യൂദാസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശിഷ്യജീവിതം അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് തുടങ്ങിയത്. യേശു കർത്താവ് അവനെ വിളിക്കുമ്പോൾ, ശിഷ്യനാക്കി എടുക്കുമ്പോൾ അവൻ ഒറ്റുകാരനൊന്നുമല്ല. യേശു ക്രിസ്തു അവനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവൻ വഞ്ചിക്കുന്നവനൊന്നുമല്ലായിരുന്നു. വളരെ മാന്യതയോടുകൂടി ഭയത്തോടുകൂടി യേശുവിനെ ഗുരുവായി കണ്ടുകൊണ്ട് തന്നെ അവൻ്റെ ശിഷ്യത്വം അവൻ ആരംഭിച്ചതാണ്. പക്ഷേ എവിടെയാണ് ഇവന് തെറ്റുപറ്റുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എവിടെ വെച്ചാണ് ഇവന് തെറ്റുപറ്റിയതെന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായ അത്താഴത്തിനിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പന്തിയിൽ ഇരിക്കുന്നവരിൽ ഒരുവൻ എന്നെ
കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊന്നും ഇവരാരും അറിയുന്നില്ല ഇത് യൂദായായിരിക്കുമെന്നൊന്നും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുമില്ല. എന്നാൽ ഒരു വേദഭാഗം യൂദയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുക. എപ്പോഴാണ് യൂദായുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചത്, അവൻ്റെ ജീവിതം ഒരു പരാജയമായി തീർന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്നു ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കിടക്കുന്നുണ്ടായിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അത് ആരെന്ന് ചോദിച്ചു. ഞാൻ അപ്പം കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടം മുക്കി ശീമോൻ ഇസ്കരിയാത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പത്തിൻ്റെ ഒരു ഭാഗം മുക്കി കൊടുക്കുന്നവൻ, എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നവൻ എന്നെ അത് ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറയുമ്പോൾ, ഇത് പറഞ്ഞതിന് ശേഷം യേശു അപ്പക്കഷ്ണം മുക്കി യൂദായുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് വാങ്ങിക്കുമ്പോൾ വചനം രേഖപ്പെടുത്തിയത് അവനിൽ പിശാച് കടന്നുവന്ന, പിശാച് സാത്താൻ അവനിൽ കടന്നു. പൈശാചികമാകുന്ന ചിന്തയ്ക്ക് അവൻ ഇരയായി തീരുന്നത് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. കൂട്ടത്തിൽ നടക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ, യേശു വളരെയധികം കരുതിയ ഒരു വ്യക്തി, യേശു വളരെയധികം സ്നേഹിച്ചിരുന്നതാ അവനെ. പക്ഷേ ഇതാ അവനിൽ പിശാച് കടന്നു. യേശുവിനെതിരെ പൈശാചികമായി ചിന്തിപ്പാൻ തക്കവണ്ണം അവൻ തുടങ്ങുകയാണ്. ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ കരുതും കുഴപ്പമില്ലാന്ന്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വൻ ചതിയുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ലോകമായത്. ആ അനുഭവം, ആ സത്യം ഇവിടെ നാം മനസ്സിലാക്കുകയാണ്. അതിനുശേഷം യൂദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ അവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്കൊരടയാളവും കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. ഇതാ ഇവിടെ നാം കാണുകയാണ്, യേശു കർത്താവിന് ചുംബനം കൊണ്ട് ഇവൻ ഒറ്റിക്കൊടുക്കുകയാണ്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനായിരിക്കും യേശു, അവനെ നിങ്ങൾ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് ഒരു ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദ 30 വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പൈശാചികമായി ചിന്തിക്കുകയായിരുന്നു യൂദാസ്. എത്രയോ വലിയ പരാജയമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നാം നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അങ്ങനെ യേശു കർത്താവിനെ അവൻ ഒറ്റിക്കൊടുത്തു, യേശുവിനെ പിടിച്ചു. അത് യേശുവിനെ ക്രൂശീകരണത്തിനുള്ള മുൻപടിയായി വിസ്താര സഭയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ സമയത്ത് യൂദായ്ക്ക് മനസ്സിനകത്ത് വലിയ കുറ്റബോധം തോന്നുകയാണ്. ആ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ടു അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നു അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെന്ന് കെട്ടി ഞാന്നു ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞുകൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെയും രക്തനിലം എന്ന് പേർ പറയുന്നു. അപ്പോൾ 30 വെള്ളിക്കാശിന് യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തു. തൻ്റെ ഗുരു പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ
ഇവൻ്റെ ഉള്ളിൽ വലിയ വേദന ഉണ്ടായി. ഇവൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ യേശു കർത്താവിനെ, എൻ്റെ ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തുവല്ലോ. എന്നിട്ട് വചനം അവിടെ പറയുന്നത്, യൂദ അത് കണ്ട് അനുതപിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടു. അവൻ അത് ഞാൻ തെറ്റ് ചെയ്തുവല്ലോ എന്നുള്ള വേദന അവൻ അനുതപിക്കുവാൻ, കരയുവാൻ, അവൻ്റെ പാപമൊന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് 30 വെള്ളിക്കാശ് മടക്കി കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. കർത്താവ് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, യേശു ഒരുപക്ഷെങ്കിൽ ആഗ്രഹിച്ചിരുന്നിരിക്കാം, യൂദ എൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ പാപം ഏറ്റുപറഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. ഇവിടെ അനുതപിച്ചു എന്ന് വചനം, അനുതപിക്കുന്നവനെ യേശു നിശ്ചയമായിട്ടും വിടുവിക്കും. നാം സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു. അപ്പോൾ പാപം ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും, അവൻ ആ പാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. ഒരു ചിന്ത ഇതാണ്, യൂദ തൻ്റെ പാപം ഏറ്റുപറഞ്ഞു, അവൻ അനുതപിച്ചു, പക്ഷെ എന്തുകൊണ്ട് അവന് കരുണ ലഭിച്ചില്ല? അവൻ അനുതപിച്ചു, പക്ഷെ അവന് കരുണ ലഭിച്ചില്ല. വചനം പറയുന്നു, അവൻ കെട്ടിഞ്ഞാന്നു ചത്തു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം ആത്മഹത്യ ചെയ്യുകയാണിവൻ. ശിഷ്യന്മാരിൽ ആത്മഹത്യ ചെയ്ത ഏക വ്യക്തിയും യൂദ തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായി തുടങ്ങിയെങ്കിലും പൈശാചികമായ രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യൻ. ഇത് ഗ്രാഫ് മുകളിൽ നിന്നും താഴേക്കാണ് വരുന്നത്, പരാജയത്തിലേക്കാണ് ഇവൻ പോകുന്നത്. യേശു ക്രിസ്തുവിനെതിരെ ഇവൻ്റെ പ്രവർത്തനം വെച്ചതുകൊണ്ട് മാത്രം ഇവൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ മറ്റൊരു വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഇടതും വലതുമായും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ, വലതുവശത്ത് കിടക്കുന്ന കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അനുതപിക്കുന്നുണ്ട്. മറ്റൊരു കള്ളൻ പറയുകയാണ്, ഇവൻ എങ്ങനെ നമ്മളെ രക്ഷിക്കും, ഇവനെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇവനെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ വലത് സൈഡിൽ കിടക്കുന്ന കള്ളൻ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ചെയ്തതിൻ്റെ ശിക്ഷ നാം അനുഭവിക്കുന്നു, പക്ഷേ ഇവനൊരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവൻ യേശുവിനെ നോക്കി പറയുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞവൻ അനുതപിക്കുകയാണ്. ഇവിടെ ഒരു വലിയ സത്യം നമുക്ക് കാണാം. ഇസ്കറിയോത്ത് യൂദാസ് മഹാപുരോഹിതൻ്റെ ചട്ടക്കൂടിന് മുമ്പിൽ പോയി നിന്ന് അനുതപിച്ചത്. ഇന്നും പലരും അങ്ങനെയാണ്. പള്ളിക്കകത്ത് കയറി ചട്ടക്കൂടിനകത്ത് നിന്ന് പാപമേറ്റു പറഞ്ഞ് എൻ്റെ പാപം പോയെന്നും പറഞ്ഞ് തിരികെ വരുന്നവരാ. പക്ഷെ ഒന്ന് ഉറപ്പുണ്ട്, നമ്മുടെ പാപങ്ങളെ മുഴുവനും കഴുകുവാൻ തക്കവണ്ണം കഴിയുന്നവൻ യേശു മാത്രമാണ്. യേശു കർത്താവ് അതേ ആ കള്ളനോട്, ക്രൂശിലെ കള്ളനോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഒരു വലിയ വാഗ്ദാനം അവന് ലഭിച്ചു ക്രൂശിലെ കള്ളന്. പക്ഷേ 3.5 വർഷം തൻ്റെ കൂട്ടത്തിൽ നടന്ന അരുമശിഷ്യനായിരിക്കുന്ന യൂദാസ് സ്വർഗീയ പറുദീസ നഷ്ടപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമ്പോൾ 3.5 മിനിറ്റ് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ അതേ കുരിശിൽ കടന്നിരുന്ന കള്ളൻ സ്വർഗത്തിലെ അവകാശിയായി തീരുകയാണ്. ഇതിൻ്റെ കാരണം അവൻ യേശുവിന് മുമ്പിലാണ് അവൻ്റെ പാപമേറ്റു പറഞ്ഞത്. ഇന്ന് പലരും പുരോഹിതന്മാരുടെ മുമ്പിലും ചട്ടക്കൂടിനകത്ത് കയറി നിന്നുകൊണ്ടും പാപങ്ങൾ ഏറ്റുപറയുകയാണ്. എന്നാൽ പാപങ്ങൾ ഏറ്റുപറയേണ്ടടുത്ത് നീ നിൻ്റെ പാപം ഏറ്റു പറയാത്തത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ നന്മ കാണാത്തത്. യേശുവിന് മുമ്പിൽ അവന് മാത്രമേ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ. അവന് മാത്രമേ നമ്മെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മെ ആ നിത്യ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ പാപമേറ്റു പറഞ്ഞ യൂദാസ് അവന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അവൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. അവൻ വളരെ നികൃഷ്ടമായ രീതിയിൽ അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, യൂദാസിൻ്റെ ജീവിതം വാസ്തവത്തിൽ നാം ഒന്ന് മനസ്സിലാക്കിയാൽ യൂദാസിൻ്റെ ജീവിതം ഒരു വൻ പരാജയത്തിലേക്ക്, ഒരു നഷ്ടത്തിലേക്ക് വഴിതെളിക്കുന്നതായി അല്ലെങ്കിൽ വഴിമാറി പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ കുരിശിൽ കിടന്ന കള്ളനെ ശ്രദ്ധിച്ചേ, അവൻ 3.5 മിനിറ്റേ അവിടെ കടന്നുള്ളൂ. പക്ഷേ അവൻ സ്വർഗം അവകാശമാക്കിയെടുത്തു. അവന് വലിയ പാരമ്പര്യമൊന്നുമില്ല. 40 വർഷത്തെ പാരമ്പര്യം പറയുന്നവരുണ്ട്, 60 വർഷത്തെ പാരമ്പര്യം പറയുന്നവരുണ്ട്. ഇവന് വലിയ പാരമ്പര്യം പറയാനൊന്നുമില്ല. ഇവനാകെക്കൂടിയുള്ളത് യേശുവിൻ്റെ കൂട്ടത്തിൽ ക്രൂശിൽ കടന്ന ഒരു 4-5 മിനിറ്റായിരിക്കാം. പക്ഷേ ആ പാരമ്പര്യത്തിലല്ല കാര്യമിരിക്കുന്നത്. പാരമ്പര്യം കൊണ്ട് നിൻ്റെ പാപം കഴുകുവാൻ കഴിയത്തില്ല. പുരോഹിതന്മാർക്ക്
നിൻ്റെ പാപം കഴുകുവാൻ കഴിയത്തില്ല. അതെ, മറ്റ് ശ്രേഷ്ഠന്മാർക്ക് നിൻ്റെ പാപത്തെ മായ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്: പാപത്തിൽ അധപ്പതിച്ച് കിടന്ന മനുഷ്യനെ നേടുവാൻ, ഈ മനുഷ്യരെ നേടിയെടുക്കുവാൻ തക്കവണ്ണം, അതേ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. പിന്നെയും കർത്താവിൻ്റെ വചനം പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനത്ര ഞാൻ ഇതെഴുതുന്നത്. നിങ്ങളിൽ ഏതെങ്കിലും ഒരുവൻ പാപം ചെയ്താൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കും പിതാവിനും മധ്യത്തിൽ, അതേ, അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, യേശു ക്രിസ്തു എന്ന പക്ഷപാതക്കാരൻ, നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, നമുക്കും പിതാവിനും നടുവിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യേശു മാത്രമുണ്ട്. ഇന്ന് മരിച്ചു പോയിരിക്കുന്ന അതേ പുണ്യാളന്മാരുടെയും മരിച്ചു പോയിരിക്കുന്ന വിശുദ്ധന്മാരുടെയും കബറിടത്തിങ്കൽ പോയി പ്രാർത്ഥിക്കുകയും അവരുടെ രൂപക്കൂട് വെച്ച് രൂപം വെച്ചുകൊണ്ട്, അതെ, ഞങ്ങളുടെ പാപത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമായത്. എന്നാൽ കർത്താവിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണമോ? പാപജീവിതത്തിൽ നിന്നും ഒരു മോചനം നിനക്ക് ആവശ്യമാണോ? ഒരുപക്ഷെങ്കിൽ നീ നല്ലതായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ ഇന്ന് അവസാനത്തിങ്കൽ വന്നപ്പോൾ സകലവും നഷ്ടപ്പെട്ടു. വളരെ നിരാശയുടെ നടുവിൽ, നഷ്ടത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിൽ നീ ആയിത്തീർന്നിരിക്കുകയാണോ? ഈ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, മറക്കുകയുമില്ല എന്നാണ്. നമ്മെ മറക്കാത്തവനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലുണ്ട്. അതേ, പാപം നാം ചെയ്തു പോയി, ഒരു പാപജീവിതമാണ് നാം നയിച്ചതെങ്കിൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമല്ലേ? ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അതേ, പാപം പലതും ഉള്ളിൽ മറച്ചു പിടിച്ചിട്ട് പുറമേ വെള്ളപൂശിയ ശവക്കല്ലറ പോലെ നടക്കുകയാണ്. ഈ പാപം യേശുവിനോട് ഏറ്റുപറയുവാൻ ഇന്ന് ഒരുക്കമാണോ? യേശു കർത്താവിന് മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപമായ ജീവിതത്തിൽ നിന്നും ഒരു വീണ്ടെടുപ്പ് എനിക്ക് നൽകണമേ എന്ന് ആ ക്രൂശിലെ കള്ളൻ പറഞ്ഞതുപോലെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഞാൻ അറിയുന്നു, അന്ന് എന്നെയും കൂടി ഓർക്കണമേ എന്ന് ആ ക്രൂശിലെ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിന് മുൻപാകെ മുട്ടുകുത്തുവന്ന ഒരുക്കമാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം നമ്മോട് തൻ്റെ മഹാകരുണ കാണിക്കുവാനിടയായിത്തീരും. അവൻ്റെ മഹാദയ നമ്മുടെ മേൽ ചൊരിയും, അവൻ്റെ മഹാകൃപ നമ്മുടെ മേൽ ചൊരിയും. പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും, അതേ, മലിനമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് വെണ്മയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെ ആ നിറവിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയോടെ നിൽപ്പാൻ നമുക്കായിരിക്കാം. അത് നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. നിശ്ചയമായിട്ടും പാപങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും വീണ്ടെടുക്കുന്നവനായ നമ്മുടെ കർത്താവ് ഇന്ന് നമ്മെ വീണ്ടെടുക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ യൂദാസ് അങ്ങയുടെ ശിഷ്യനായിരുന്നുവെങ്കിലും അവൻ പൈശാചികമായ പ്രവർത്തനത്തിലൂടെ തൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ, കർത്താവെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്, നിന്നിൽ നിന്നും അകന്നു പോകുവാൻ കർത്താവെ അനങ്ങുന്നു പോകുന്നവനെല്ലാം നശിക്കുമെന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവ്, ഈ സന്ദേശം കേട്ടവരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെയും കുറവുകളെയും ഏറ്റുപറയുന്നു. ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെല്ലാ കുറവുകളെയും പാവങ്ങളെയും കഴുകി കർത്താവെ വെണ്മയുള്ളതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളെയും നികത്തുന്ന യേശു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.